കടയ്ക്കൽ ഒരുമയുടെ സംഘാടകരെ, ഭാരവാഹികളെ, കടയ്ക്കൽ ഒരുമയിലെ അംഗങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് ചില വർഷങ്ങളിലെ യാത്രാ പ്രതിബന്ധങ്ങൾക്ക് ശേഷം ഞാൻ ഒരുമയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയത്. ഇവിടെ ഞാൻ കാണാനിടയായ നൃത്തനൃത്യങ്ങളും നാടകങ്ങളും എല്ലാം തന്നെ എത്ര കഠിനമായ പരിശ്രമം ഇത്തരമൊരു സംരംഭത്തിന് പിറകിലുണ്ട് എന്ന് എന്നെ ആഴത്തിൽ ബോധ്യപ്പെടുത്തുകയുണ്ടായി. പ്രവാസ ജീവിതം നിങ്ങൾക്കെല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ളതുപോലെ ഒരിടത്ത് നമ്മെ നമ്മുടെ നാടിനെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് ക്ഷണിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു തരത്തിൽ നാം വന്നുപെട്ട ഇടത്തിൻ്റെ സംസ്കാരവുമായി സ്വയം സമന്വയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കുറേ വർഷങ്ങൾക്ക് മുൻപ് UAE-യിലെ കവികളുടെ ഒരു കവിതാ സമാഹാരം എഡിറ്റ് ചെയ്യാനിട വന്നപ്പോൾ അതിന് ഞാൻ നൽകിയ ശീർഷകം മൂന്നാം ഇടം എന്നതായിരുന്നു. ആ വാക്ക് എൻ്റേതല്ല. ഒരു വലിയ സാഹിത്യ നിരൂപകൻ പ്രവാസികൾ താമസിക്കുന്ന ഇടത്തിന് നൽകിയ സംജ്ഞയാണ് ദ തേർഡ് സ്പേസ്, അല്ലെങ്കിൽ മൂന്നാം ഇടം എന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാസികൾ പുറപ്പെട്ട ഇടത്തല്ല, എന്നാൽ പൂർണ്ണമായും എത്തിയ ഇടത്തുമല്ല. ഇതിന് രണ്ടിനുമിടയിൽ, പഴയ ഓർമ്മയുടെയും പുതിയ അനുഭവത്തിൻ്റെയും ഇടയിലുള്ള മൂന്നാമത്തെ ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത് എന്നാണ്. ആ ജീവിതം വളരെ സർഗാത്മകമായൊരു ജീവിതമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് നാം വിട്ടുപോകുന്ന ഇടങ്ങളുടെ സ്മരണകൾ കൊണ്ട് സമൃദ്ധമായ ഒരു ജീവിതമാണ്. നാം വീണ്ടും വീണ്ടും നാം വിട്ടുപോകുന്ന സ്ഥലത്തേക്കും ജീവിതത്തിലേക്കും അതിൻ്റെ ആഹ്ലാദങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുകയും അതിൽ നിന്ന് പ്രചോദനം നേടുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നാം എത്തിയ ഇടത്തിൻ്റെ വ്യത്യസ്തമായ സംസ്കാരവും ഭാഷയും ജീവിത രീതിയുമെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ചേർന്ന സ്വപ്നവും ഓർമ്മയും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും എല്ലാം കലർന്ന സർഗാത്മകമായ ഒരു സ്ഥലം എന്ന നിലയിലാണ് പ്രവാസ ജീവിതത്തിൻ്റെ ഇടം അതീവ പ്രധാനമായി മാറുന്നത്. പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അതിന് ഞാൻ രണ്ടായി തിരിക്കാറുണ്ട് പലപ്പോഴും. ഒന്ന് ആഭ്യന്തര പ്രവാസവും ഒന്ന് ബാഹ്യ പ്രവാസവും എന്ന്. കാരണം ഞാൻ സ്വയം 30 വർഷത്തോളം ഒരു ആഭ്യന്തര പ്രവാസിയായിരുന്നു. അത് ഇന്ത്യക്കകത്ത് തന്നെ കേരളം വിട്ട് ജീവിച്ച ഒരാൾ. 30 വർഷം ഡൽഹിയിൽ ജീവിച്ച കാലം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സർഗസമ്പന്നമായ ഒരു കാലമായിരുന്നു. അതെനിക്ക് അനേകം കവിതകൾ തന്നു, വടക്കേ ഇന്ത്യയിലെ സംസ്കാരവുമായുള്ള പരിചയം തന്നു, അനേകം കവികളും എഴുത്തുകാരുമായി പ്രതിപ്രവർത്തിക്കാനും അവരുടെ ശ്രേഷ്ഠങ്ങളായ കൃതികൾ പരിഭാഷപ്പെടുത്താനുമുള്ള അവസരം തന്നു. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും 6 ഭൂഖണ്ഡങ്ങളിൽ സഞ്ചരിക്കാനും അവിടെ എങ്ങുമുള്ള വലിയ എഴുത്തുകാരും കലാകാരന്മാരും എഴുത്തുകാരികളും കലാകാരികളുമായി ഇടപെടാനുമുള്ള അവസരം തന്നു. ആ രീതിയിൽ ഇന്നും വളരെ സ്നേഹത്തോടെയാണ് കേരളത്തിൽ 2 വർഷം മുമ്പ് ഞാൻ തിരിച്ചു വന്ന് താമസമാക്കിയെങ്കിലും ആ കാലത്തെ ഞാൻ ഓർമ്മിക്കുകയും ആ കാലത്തെ കൊണ്ടാടുകയും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചെറിയ കൂട്ടായ്മ, വലിയ കൂട്ടായ്മയാണത് എങ്കിൽ പോലും ഒരു ചെറിയ സ്ഥലത്തിലെ ആളുകൾ നിർമ്മിച്ച ഈ വിസ്മയകരമായ കൂട്ടായ്മ, ഈ രീതിയിൽ നിങ്ങൾ പുറപ്പെട്ട സ്ഥലത്തിൻ്റെ ഒരു ആഘോഷവും നിങ്ങളെത്തിയ സ്ഥലത്തിൻ്റെ ഒരു ഉന്മാദവും ആണ്
എനിക്ക് സമ്മാനിക്കുന്നത്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്മാനിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ആ സർഗാത്മകതയുടെ ചില സ്ഫുരണങ്ങളാണ് നാം ഇവിടെ ഗാനങ്ങളായും നൃത്തങ്ങളായും നാടകമായും എല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്നതും ഇനിയും ഒരുപക്ഷെ അനുഭവിക്കാൻ പോകുന്നതും എന്ന് എനിക്ക് നന്നായി അറിയാം. വളരെ കാലം എഴുതാൻ ഭാഗ്യമുണ്ടായ ഒരാൾ എന്ന നിലയിൽ അതിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത 2-3 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുക മാത്രമാണ് ഞാൻ അവസരത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, എഴുത്തുകാരും കലാകാരന്മാരും എവിടെയായിരുന്നാലും ശരി ആത്യന്തികമായി ഒരൊറ്റ വംശത്തിൽ പെട്ടവരാണ് എന്ന പ്രതീതിയാണ്. അവർ ജീവിച്ച കാലം ഏതുമാകട്ടെ, അവർ ജീവിച്ചതും ജീവിക്കുന്നതുമായ സ്ഥലങ്ങൾ ഏതുമാകട്ടെ, ആത്യന്തികമായി സർഗാത്മകമായ ജീവിതം നയിക്കുന്ന മനുഷ്യർ എന്ന നിലയിൽ അവർ ഒരൊറ്റ ഗോത്രത്തിൽ പെട്ടവരാണ് എന്ന് ഒരു കവിതയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗദ്യത്തിൽ എഴുതിയ ഒരു കവിതയിലൂടെ. ഗോത്രം എന്ന കവിത വായിച്ചുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ഞാനൊരു വലിയ അക്കാദമിക് പ്രഭാഷണമൊന്നും ഇവിടെ നടത്തുന്നതിന് പ്രസക്തിയില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം ചില കാര്യങ്ങൾ പറയുകയേ ചെയ്യുന്നുള്ളൂ. ഗോത്രം. മെക്സിക്കോവിലെ ആസ്തക് ഗോത്രക്കാർ പൂമ്പാറ്റകൾ മരിച്ചവരുടെ ആത്മാക്കളാണ് എന്ന് വിശ്വസിക്കുന്നു. യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട യുവാക്കൾ മുതൽ പ്രസവത്തിൽ മരിച്ച അമ്മമാർ വരെ. എൻ്റെ ഗോത്രക്കാർ കരുതുന്നത് രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ വരച്ചിരിക്കുന്നത് അതിർത്തി യുദ്ധങ്ങളിൽ ചാവേറുകളായവരുടെ ചോരയും അവരുടെ അമ്മമാരുടെ കണ്ണീരും കൊണ്ടാണ് എന്നാണ്. ദൈവത്തിന് ജാതിയോ മതമോ വർണ്ണമോ വംശമോ ലിംഗമോ ഇല്ലെന്നും. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി ആകാശമാണ്. അവിടെ രാജാക്കളോ പ്രജകളോ ഇല്ല. എല്ലാവർക്കും എല്ലാ ഭാഷയും അറിയാം. കാക്കകൾ മലയാളം പറയും പോലെ തന്നെ മരംകൊത്തികൾ അറബിയും പറയുന്ന, സ്പാനിഷ് എന്നാണ് കവിതയിൽ, ഇവിടെ മാറ്റുകയാണ്. കാക്കകൾ മലയാളം പറയും പോലെ തന്നെ മരംകൊത്തികൾ അറബിയും പറയും. ഇവിടെ ആർക്കും ആരെയും അന്യോന്യ സമ്മതത്തോടെ പ്രണയിക്കാം. പുല്ലിന് പുഴുവിനെ, കുരുവിക്ക് നിലാവിനെ, ഗന്ധർവന് മനുഷ്യനെ, ഓർമ്മയ്ക്ക് സ്വപ്നത്തെ. എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്നു പൂച്ചകൾക്കും മനുഷ്യർക്കും വാൽനക്ഷത്രങ്ങൾക്കുമായി. ഭൂതം വർത്തമാനം ഭാവി ഇവ തമ്മിൽ ഒരു വിഭജനവുമില്ല. വ്യാകരണം അവയ്ക്ക് കാവൽ നിൽക്കുന്നില്ല. ഞങ്ങളിൽ ഒരാൾ മരിച്ചാൽ ചടങ്ങ് ലളിതമാണ്. പകരം മറ്റൊരാൾ ഗോത്രത്തിൽ പിറക്കും വരെ ഞങ്ങൾ ഇല പൊഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ പെട്ടെന്ന് ഒരു മണി പോലും അടിക്കാതെ വസന്തം വരും. ഞങ്ങൾ ഭൂമിയിലെ ഏറ്റവും ചെറിയ ഗോത്രമാണ്, ഏറ്റവും പഴയ ഗോത്രമാണ്, ഏറ്റവും ചെറിയതും. ഒരു തത്തയുടെ ചിറകിലുള്ള അക്ഷരമാണ് ഞങ്ങളുടെ ഗോത്രചിഹ്നം. തത്തകളും അക്ഷരങ്ങളും നിലനിൽക്കുവോളം ഞങ്ങളും ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 5 പേർ ഒന്നിച്ചുകൂടി ചിരിക്കുന്നിടത്തെല്ലാം അവരിൽ ഒരാളായി ഞങ്ങളിൽ ഒരാൾ ഉണ്ടാവും. ഒരാൾ ഒറ്റയ്ക്ക് കരയുന്നിടത്തും. കലയുടെ, കവിതയുടെ, സാഹിത്യത്തിൻ്റെ ധർമ്മമെന്ത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിചാരം കൂടിയാണ് ഈ ചെറിയ രചന എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതു ഭാഷയിൽ എഴുതുന്നവരായാലും അല്ലെങ്കിൽ ഏത് രീതിയിൽ കല സൃഷ്ടിക്കുന്നവരായാലും ആത്യന്തികമായി അവരെല്ലാം സമൂഹത്തിൻ്റെ ഒരു ഭാഗമാവുകയും സമൂഹത്തോടൊന്നിച്ച് ചിരിക്കുകയും കരയുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ദൂരെ നടക്കുന്ന ഒരു യുദ്ധം പോലും നമ്മെ അഗാധമായി സ്പർശിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത്.
ഫലസ്തീനിലെ ചോരയൊലിക്കുന്ന കുട്ടികളുടെ മുഖം നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറയ്ക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ലോകം ആത്യന്തികമായി ഈ മനുഷ്യരുടെ ലോകം ഒന്ന് തന്നെയാണ് എന്നാണ്. നാം കൃത്രിമമായി അതിർത്തികൾ സൃഷ്ടിച്ചിട്ടുണ്ട്, രാജ്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അതിർത്തികൾക്കുമെല്ലാം അപ്പുറം പോകാനുള്ള മനുഷ്യ മനസ്സിൻ്റെയും മനുഷ്യഭാവനയുടെയും മനുഷ്യ കാരുണ്യത്തിൻ്റെയും അത്ഭുതകരമായ സിദ്ധിയാണ് അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നാം അനുഭവിക്കുന്നത്. ലോകത്തിൻ്റെ എവിടെയെല്ലാം മനുഷ്യർ വേദനയോടെ നിലവിളിക്കുന്നുണ്ടോ അവിടെയെല്ലാം തന്നെ നാം അവരോടൊപ്പം നിലവിളിക്കുകയും അവരോടൊപ്പം വേദനിക്കുകയും ചെയ്യുന്നു. പഴയ ആഫ്രിക്ക എന്ന കവിതയിൽ NV കൃഷ്ണവാര്യർ പറയുന്നുണ്ട്, ആഫ്രിക്കയിലെ അടിമയുടെ പുറത്ത് വീഴുന്ന ചാട്ടവാർ എൻ്റെ പുറത്താണ് വീഴുന്നത് എന്ന്. ഈ രീതിയിലുള്ള ഒരു മഹാസഹാനുഭൂതിയുടെ ആവിഷ്കാരമാണ് ആത്യന്തികമായി എല്ലാ കവിതയും കലയും. ആ രീതിയിൽ മാത്രമാണ് അത് അർത്ഥവത്താകുന്നതും അതിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി അത് അടയാളപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നത്. ഇതാണ് സാഹിത്യത്തെയും കലയെയും കുറിച്ചുള്ള എൻ്റെ ഒന്നാമത്തെ അനേകം വർഷത്തെ, ഏതാണ്ട് 60 വർഷമെങ്കിലും ആയിരിക്കണം ഞാൻ എഴുതാൻ ആരംഭിച്ചിട്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിലും മുമ്പ് എഴുതി തുടങ്ങിയെങ്കിൽ പോലും പ്രത്യക്ഷമായി രംഗത്ത് വന്നിട്ട് ഏതാണ്ട് 60 വർഷങ്ങളായി. ഈ വർഷങ്ങൾ എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ തത്വങ്ങളിലൊന്ന് ഇതാണ്: ഈ രാജ്യങ്ങളുടെ അതിർത്തികളും ഭൂപടങ്ങളും എല്ലാം വളരെ താൽക്കാലികമായി നാം നിർമ്മിച്ച ചില വിഭജനങ്ങൾ മാത്രമാണ്. അവയ്ക്കെല്ലാം അപ്പുറം മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന, ഞാൻ പറഞ്ഞതുപോലെ മറ്റു മനുഷ്യരുടെ വേദനയിൽ മനസ്സ് അലിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, മറ്റു മനുഷ്യരുടെ ആഹ്ലാദങ്ങൾ പങ്കിടാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തോ ഒന്ന് മനുഷ്യവംശത്തെ മുഴുവൻ ഒന്നായി ഒറ്റ വംശമായി നിലനിർത്തുകയും ഒറ്റ വംശമായി നിലനിൽക്കാൻ ഉള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടാൻ ആ വംശത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. രണ്ടാമത്, സാഹിത്യത്തിലും കലയിലുമുള്ള അനേകം പ്രസ്ഥാന ഭേദങ്ങൾ ആത്യന്തികമായി അർത്ഥശൂന്യമാണ് എന്നതാണ്. നമുക്ക് സ്വാഭാവികമായും നമ്മൾ അധ്യാപകരെന്ന നിലയിൽ പഠിപ്പിക്കുകയും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ പഠിക്കുകയും ചെയ്തിട്ടുള്ള അനേകം പ്രസ്ഥാനങ്ങളുണ്ട്. നാം ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചും സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരകാലത്തെ കലാ സാഹിത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും പുരോഗമന പ്രസ്ഥാനത്തെക്കുറിച്ചും അതിനുശേഷമുണ്ടായ ആധുനികതയെക്കുറിച്ചും ഇപ്പോൾ ആധുനികാനന്തരാനന്തരയൊക്കെ ആയിക്കഴിഞ്ഞു അത്തരം പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ഒക്കെ നാം കേട്ടിട്ടുണ്ട്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ കാലത്തെയും സാഹിത്യം അത് മൂല്യവത്താണെങ്കിൽ അത് എന്നോട് സംസാരിക്കുന്നുണ്ട് എന്ന് എൻ്റെ തന്നെ അനുഭവം പറയുന്നു. ഞാൻ ഈ കോവിഡിൻ്റെ 2 ഭീഷണങ്ങളായ വർഷങ്ങളിൽ ഇന്ത്യയിലെ ഭക്തി കവികളുടെയും സൂഫി കവികളുടെയും കവിതകൾ പരിഭാഷപ്പെടുത്തുകയായിരുന്നു. 4 പുസ്തകങ്ങൾ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. 5ാമത്തേത് വരികയാണ്. ഞാൻ എന്നെക്കുറിച്ച് പറയാനല്ല ഞാനത് പറഞ്ഞത്. എന്തുകൊണ്ട് ഞാൻ ആ കവികളെ പരിഭാഷപ്പെടുത്തി, എന്തുകൊണ്ട് കബീർ, എന്തുകൊണ്ട് ബുള്ളേ ഷാ, എന്തുകൊണ്ട് തുക്കാറാം, എന്തുകൊണ്ട് നാമദേവൻ, എന്തുകൊണ്ട് ലല്ലേശ്വരി, എന്തുകൊണ്ട് ബസവണ്ണ, എന്തുകൊണ്ട് അക്കമഹാദേവി എന്ന ചോദ്യം, എന്തുകൊണ്ട് ഷാ അബ്ദുൽ ലത്തീഫ്, ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന പ്രധാനപ്പെട്ട ഉത്തരം ഈ മനുഷ്യരെല്ലാവരും തന്നെ ആത്യന്തികമായി എല്ലാ മനുഷ്യരുടെയും ഒരുമയെക്കുറിച്ച് സംസാരിച്ചവരാണ്. ജാതിക്കെതിരെ, വർണ്ണവ്യവസ്ഥക്കെതിരെ, പൗരോഹിത്യത്തിനെതിരെ ശബ്ദമുയർത്തിയവരാണ്. സമത്വപൂർണമായ ഒരു സമുദായം സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണ്. ലിംഗാതീതവും വംശാതീതവും മതാതീതവുമായ ഒരു മഹാസാഹോദര്യത്തിൻ്റെ വക്താക്കളായിരുന്നു ഈ മനുഷ്യർ. ഉദാഹരണത്തിന് കബീർ, എന്തിനാണ് നിങ്ങൾ മെക്കയിലേക്ക് നോക്കി നിസ്കരിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ കാശിയിലേക്ക് നോക്കി തൊഴുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു? കാരണം നിങ്ങൾ തന്നെ പറയുന്നു ദൈവം എല്ലായിടത്തുമുണ്ട് എന്ന്. ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങളൊരു പ്രത്യേക ദിക്കിലേക്ക് നോക്കി നമസ്കരിക്കുകയോ അല്ലെങ്കിൽ കൈകൂപ്പുകയോ ചെയ്യുന്നത് എന്ന് കബീർ ചോദിക്കുന്നുണ്ട്. ആ കാലത്തെ ആചാരങ്ങളെ, അന്ധമായ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്ത ഒരു വലിയ കവിയായിരുന്നു കബീർ. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ആളുകളെല്ലാം തന്നെ. ബുള്ളേ ഷായും അതുപോലെ തന്നെ ആ കാലത്തെ പുരോഹിത വർഗത്തെ പലപ്പോഴും പരിഹസിച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം
പൗരോഹിത്യത്തിൻ്റെ മാധ്യസ്ഥമില്ലാതെ തന്നെ മനുഷ്യർക്ക് ദൈവം എന്നൊന്നുണ്ടെങ്കിൽ അതിനോട് സംസാരിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ച ആളുകളായിരുന്നു ഈ ഭക്തി കവികളും സൂഫി കവികളും എല്ലാം തന്നെ. ഞങ്ങൾക്കിടയിൽ നിങ്ങൾ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. പണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയോട് ഡയോജനിസ് എന്ന തത്വചിന്തകൻ പറഞ്ഞതുപോലെ, അലക്സാണ്ടർ ചക്രവർത്തി ഡയോജനിസ് നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു. അദ്ദേഹം ഒരു യാചകനെ പോലെ ജീവിച്ചയാളായിരുന്നു. റോഡിൽ അദ്ദേഹം കിടക്കുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി, കാരണം അദ്ദേഹം വളരെ പ്രശസ്തനായ തത്വചിന്തകനുമായിരുന്നു, അലക്സാണ്ടർ ചക്രവർത്തി വന്ന് ഡയോജനിസിനോട് ചോദിച്ചു, എനിക്ക് താങ്കൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക? അപ്പോൾ ഡയോജനിസ് പറഞ്ഞു, അല്പം ഒന്ന് മാറി നിന്നാലും മതി, ആ വെളിച്ചം ഞാൻ കണ്ടുകൊള്ളട്ടെ എന്ന്. സൂര്യന്റെ വെളിച്ചത്തിനും എനിക്കും ഇടയിൽ വന്നു നിൽക്കാതിരുന്ന ഹോമർ ആകട്ടെ, ഷേക്സ്പിയർ ആകട്ടെ, അതിനുശേഷം വന്നിട്ടുള്ള വലിയ കവികളാകട്ടെ, എഴുത്തുകാരാകട്ടെ, കലാകാരന്മാരാകട്ടെ, നാടകകാരന്മാരാകട്ടെ, നാടകകാരികൾ കൂടി ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, അവരെല്ലാവരും വാസ്തവത്തിൽ ചെയ്തത് ഈ രീതിയിൽ ഈ വലിയ വെളിച്ചത്തെ പരിചരിക്കാനാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ എഴുത്തുകാരുടെ കലാകാരരുടെ പ്രാഥമികമായ ധർമ്മം ഒന്ന് അവനവനുമായുള്ള സംഭാഷണമാണ്. തൻ്റെ ജീവിതത്തിലേക്ക് തന്നെ നോക്കുകയും തൻ്റെ അകത്ത് എന്താണുള്ളത് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് നാം ആദ്യമായി കലാകാരനെന്നോ സാഹിത്യകാരനെന്നോ, ഞാൻ എല്ലാ ലിംഗങ്ങളിലും പെട്ട ആളുകളെ ഉദ്ദേശിച്ചാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അവയ്ക്ക് കൃത്യമായ വാക്കുകളില്ല. നാം സമീപകാലത്ത് എഴുത്തുകാരർ, സാഹിത്യകാരർ മുതലായ വാക്കുകൾ ഉപയോഗിക്കാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും, അപ്പോൾ ആദ്യമായി അവനവനുമായുള്ളൊരു സംഭാഷണം എഴുത്തിലൂടെ നടക്കുന്നുണ്ട്. രണ്ടാമത് അപരരുമായുള്ളൊരു സംഭാഷണം നടക്കുന്നുണ്ട്. മറ്റു മനുഷ്യരുമായി, വേറൊരു തരത്തിൽ പറഞ്ഞാൽ സമൂഹവുമായുള്ള ഒരു സംഭാഷണമുണ്ട്. അതുകൊണ്ടാണ് സമൂഹത്തിൽ സംഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കുമെതിരെ കലാകാരർ നിരന്തരമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ മഹാദുരന്തങ്ങൾ ഇവിടെ തന്നെ അവതരിപ്പിക്കപ്പെട്ട നൃത്തങ്ങളിലും നാടകങ്ങളിലും എല്ലാം തന്നെ നാം അത് കണ്ടു. എങ്ങനെയാണ് ഓരോ കാലത്തും ചില ആളുകൾ അധികാരം പിടിച്ചടക്കുകയും സാധാരണ മനുഷ്യരുടെ ആത്മത്യാഗത്തിലൂടെ സമൂഹം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു പോകുന്നത് എന്ന്. അതുകൊണ്ട് സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുക, നീതിയെക്കുറിച്ച് സംസാരിക്കുക, സമത്വത്തെക്കുറിച്ച് സംസാരിക്കുക, സാഹോദര്യത്തെക്കുറിച്ച് സംസാരിക്കുക, ഇതും എഴുത്തുകാരുടെയും കലാകാരൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിലൊന്നാണ്. മൂന്നാമത്തേത് പ്രകൃതിയുമായുള്ള ഒരു സംഭാഷണമാണ്. എല്ലാ കലയിലും പ്രകൃതിയുമായുള്ളൊരു സംഭാഷണമുണ്ട്. എൻ്റെ അമ്മ, എനിക്ക് ഓർമ്മയുണ്ട്, വൃക്ഷങ്ങളോടും പശുക്കളോടും ഒക്കെ സംസാരിക്കുന്നത് വളരെ സ്വാഭാവികമെന്ന പോലെയാണ് അവർ സംസാരിക്കുക പതിവ്. ഒരു പൂക്കാതെ നിൽക്കുന്ന ഒരു മാവിനെ നോക്കി, എന്താണ് പൂക്കാലം വന്നത് അറിഞ്ഞില്ല, എന്താണ് നീ ഇപ്പോഴും പൂക്കാതെ നിൽക്കുന്നത് എന്ന് അമ്മ മാവിനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ പശുക്കളോട് സംസാരിക്കുന്നത്, പൂച്ചകളോട് സംസാരിക്കാത്ത ആരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയധികം വാത്സല്യം നമ്മിൽ ജനിപ്പിക്കുന്ന ജീവികളാണ് പൂച്ചകൾ. പൂച്ചകളോടും നായ്ക്കളോടും മരങ്ങളോടും മറ്റ് മൃഗങ്ങളോടും ഒക്കെ ഉള്ളൊരു സംഭാഷണം നാം നിരന്തരമായി നടത്തുന്നുണ്ട്. എഴുത്തുകാരും ആ സംഭാഷണം ഏറ്റെടുക്കുകയും പൊലിപ്പിക്കുകയും പ്രകൃതിയുമായുള്ള നിരന്തരമായൊരു സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭാഷണത്തിൻ്റെ ഏറ്റവും ഉയർന്ന, ഒരുപക്ഷെ നാലാമത്തെ തലം പ്രപഞ്ചവുമായുള്ളൊരു സംഭാഷണമാണ്. നാം എങ്ങനെയുണ്ടായി, എവിടെ നിന്നുണ്ടായി, ഈ മഹാരഹസ്യം, നമ്മെ പൊതിയുന്ന ഈ മഹാരഹസ്യം എന്താണ് എന്ന ചോദ്യങ്ങൾ ഉയർത്തുക കൂടി ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ എഴുത്തുകാരെല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ധർമ്മസങ്കടങ്ങളെക്കുറിച്ച് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പല ആളുകളും പറയും വ്യാസന്റെ മഹാഭാരതവും വാൽമീകിയുടെ രാമായണവും എല്ലാം യുദ്ധത്തെക്കുറിച്ചുള്ള മഹാകാവ്യങ്ങളാണ് എന്ന്. എന്നാൽ എൻ്റെ അനുഭവം, അവ രണ്ടും ശ്രദ്ധാപൂർവം വായിച്ച, അവ പരിഭാഷകളിലൂടെയെങ്കിലും ശ്രദ്ധാപൂർവം വായിച്ച ഒരാളെന്ന നിലയ്ക്കുള്ള എൻ്റെ അനുഭവം, അവ രണ്ടും യുദ്ധവിരുദ്ധമായ കൃതികളാണ് എന്നാണ്.
ആ മഹായുദ്ധത്തിന് ശേഷം പാണ്ഡവർ വ്യാസന്റെ ഭാരതത്തിൽ പാണ്ഡവർ അത്ഭുതപ്പെടുന്നുണ്ട്, എന്തിനാണ് നാം ഇത്ര യുദ്ധം നടത്തിയത്, എന്തിനാണ് നാം ഇത്ര ചോരയൊഴുക്കിയത്? കാരണം അവർക്ക് അവസാനം കിട്ടുന്നത് ഒരു മരുഭൂമിയാണ്. എല്ലാ വൃക്ഷങ്ങളും മറ്റുപോയ, എല്ലാ ജീവികളും നശിച്ചുപോയ, അനേകം യുവാക്കളുടെ രക്തം വീണ് കിടക്കുന്ന, അനേകം അമ്മമാരുടെ കണ്ണുനീർ വീണ് കിടക്കുന്ന ഒരു ശുദ്ധമായ മരുഭൂമിയാണ് ഈ മഹായുദ്ധത്തിന് ശേഷം അവർക്ക് കയ്യിൽ വന്നു പെടുന്നത്. എന്തിനു വേണ്ടി ആണ് നാം ഈ യുദ്ധം ചെയ്തത് എന്ന് പരസ്പരം ചോദിക്കുന്ന പാണ്ഡവരെ നാം അതിൽ കാണുന്നു. അതോടൊപ്പം തന്നെ കൈ ഉയർത്തി നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന വ്യാസൻ എന്ന മഹാകവിയെയും കാണുന്നു. വാൽമീകി രാമായണത്തിലും യുദ്ധം അതിൽ വരുന്നുണ്ടെങ്കിൽ പോലും യുദ്ധമല്ല അതിലെ പ്രധാന പ്രമേയം, മനുഷ്യരുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധമാണ്. രാമന്റെ ഉള്ളിൽ ആ തരത്തിലൊരു യുദ്ധം നടന്നിരുന്നു എന്ന് രാമായണം എഴുതിയ പല രീതികളിൽ രാമായണം എഴുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 1000-ഓളം രാമായണങ്ങളുണ്ട് ലോകത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല ഈ ദക്ഷിണേഷ്യയിൽ മുഴുവൻ എടുത്താൽ. പക്ഷെ അവയിലൊക്കെ തന്നെ കാണാം നമുക്ക് ഈ രാമന്റെ അന്തസംഘർഷം. ഒരു ഭാഗത്ത് രാജാവ് എന്ന നിലയിലുള്ള തൻ്റെ ധർമ്മം, മറ്റൊരു ഭാഗത്ത് ഭർത്താവ് എന്ന നിലയിലുള്ള തൻ്റെ ഒരു ഗാർഹിക ധർമ്മം. ഈ രാഷ്ട്രീയ ധർമ്മവും ഗാർഹിക ധർമ്മവും തമ്മിലുള്ള അതിഭീഷണമായ സംഘർഷം സഹിക്കാനാവാതെ സരയൂ നദിയിലേക്ക് നടന്നുപോയി സ്വയം ജീവനൊടുക്കിയ ഒരു മനുഷ്യനായി കൂടി ഒരുപക്ഷെ രാമനെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഞാൻ അങ്ങനെയാണ് രാമനെ കണ്ടിട്ടുള്ളത്. ഈ വലിയ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളെ വനത്തിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന, അവൾ തിരിച്ചു വരുമ്പോൾ പോലും അവളുമായി സിംഹാസനം വഹിക്കാൻ കഴിയാതിരുന്ന അക്കാലത്ത് അതിക്രൂരമായ ക്ഷാത്രധർമ്മം, രാജധർമ്മം ഒരു വശത്ത്, മറ്റൊരു വശത്ത് തൻ്റെ ഉള്ളിൽ പിടയുന്ന സീതയ്ക്ക് വേണ്ടിയുള്ള വലിയ സ്നേഹം, ഇവയുടെ ഭീഷണമായ ഒരു സംഘർഷത്തിൻ്റെ ഇര എന്ന നിലയിലും ഒരുപക്ഷെ നമുക്ക് രാമനെ കാണാം. ഒരു ഹീറോ, ഒരു നായകൻ എന്നതിനേക്കാളേറെ ഒരു ദുഃഖിതനായ മനുഷ്യനെ നമുക്ക് രാമൻ്റെ ഉള്ളിൽ കാണാം. ഇത് നമ്മൾ മഹാഭാരതത്തിൽ അനേകം കഥാപാത്രങ്ങളിൽ, അത് കർണൻ മുതൽ ശിഖണ്ഡി വരെയുള്ള അനേകം കഥാപാത്രങ്ങളിൽ നമുക്ക് ഈ തരത്തിലുള്ള വലിയ വലിയ സങ്കടങ്ങൾ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ കൃതികളിലൊക്കെ തന്നെ ദാർശനികമായ ഒരു മാനമുണ്ട്. അത് പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യാവസ്ഥയെക്കുറിച്ചുമുള്ള ആഴമേറിയ ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നും അനേകം നൂറ്റാണ്ടുകൾക്ക് ശേഷവും നാം മഹാഭാരതം വായിക്കുകയോ രാമായണം വായിക്കുകയോ ഇലിയഡും ഒഡീസിയും വായിക്കുകയോ അല്ലെങ്കിൽ ഹാംലെറ്റും കിങ് ലിയറും വായിക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുന്നത്. അതിന് വീണ്ടും വീണ്ടും പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ പുതിയ വായനകളും സമൂഹത്തിൽ ലോകത്തെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രസ്ഥാന ഭേദങ്ങൾ തീർച്ചയായും ചില കാലങ്ങളിൽ നമുക്ക് അവയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. സാഹിത്യത്തെ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ, കലയിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ പേര് അവയ്ക്ക് നൽകേണ്ടി വരും. കാൽപ്പനിക പ്രസ്ഥാനമെന്നോ പുരോഗമന പ്രസ്ഥാനമെന്നോ ആധുനിക പ്രസ്ഥാനമെന്നോ ഒക്കെ. പക്ഷേ അതിജീവിക്കുന്ന സാഹിത്യം ഏത് എന്ന് ചോദിക്കുമ്പോൾ അതിനെ ഈ പ്രസ്ഥാനങ്ങളൊന്നും ബാധിച്ചിട്ടില്ല. എല്ലാ പ്രസ്ഥാനങ്ങളും കുറച്ച് നല്ല കൃതികളും കുറെ അത്ര നല്ലതല്ലാത്ത കൃതികളും നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നല്ല കൃതികൾ അതിജീവിക്കുന്നു, നല്ലതല്ലാത്ത കൃതികൾ, അതായത് നമ്മുടെ അന്തരാത്മാവിനോടും അഗാധമായ ആത്മസംഘർഷങ്ങളോടും സംസാരിക്കാത്ത കൃതികൾ അന്യം നിന്ന് പോവുകയും വായിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നും നാം ഷേക്സ്പിയറുടെ ഹാംലെറ്റിൻ്റെ ടു ബി ഓർ നോട്ട് ടു ബി, ജീവിച്ചിരിക്കണോ ജീവിച്ചിരിക്കണ്ടേ എന്ന ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിലൂടെ ഷേക്സ്പിയർ കൂടി ജീവിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ പ്രസ്ഥാന ഭേദങ്ങൾക്ക് അതീതമാണ് ആത്യന്തികമായ കലയുടെ മൂല്യം. അതിന് ഒരു ഭാഗത്ത് ഒരു സൗന്ദര്യ മൂല്യമുണ്ട്, മറ്റൊരു ഭാഗത്ത് നൈതിക മൂല്യമുണ്ട്. അത് നീതിയെക്കുറിച്ച് സംസാരിക്കുന്നു, അതോടൊപ്പം പുതിയ ഒരു സൗന്ദര്യബോധം സൃഷ്ടിക്കുന്നു. ഏത് വലിയ എഴുത്തുകാരനും കലാകാരനും അല്ലെങ്കിൽ കലാകാരിയും എഴുത്തുകാരിയും ചെയ്യുന്നത് ഈ രീതിയിൽ ഒരു നീതിബോധത്തെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ സഹായിക്കുകയും ഒപ്പം തന്നെ സൗന്ദര്യബോധത്തെ നവീകരിക്കുകയും ചെയ്യുകയാണ്. അത് എഴുത്തച്ഛൻ മുതൽ ഇങ്ങോട്ട്, എഴുത്തച്ഛനോ ആശാനോ അല്ലെങ്കിൽ വയലോപ്പിള്ളിയോ ഇടശ്ശേരിയോ കുഞ്ഞിരാമൻ നായരോ പിന്നീട് വന്ന കവികളോ, ഏത് വലിയ, മലയാളത്തിലെ മാത്രം ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏത് വലിയ കവിയെ എടുത്താലും നമുക്ക് കാണാം അവരെല്ലാവരും
ഭാഷയെ മാറ്റിയിട്ടുണ്ട്, അവരെല്ലാവരും തന്നെ നമ്മുടെ ഭാവനയെ മാറ്റിയെടുത്തിട്ടുണ്ട്, നമ്മുടെ ലാവണ്യബോധത്തെ മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ നീതിബോധത്തിന് ഗംഭീരങ്ങളായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അത് ആശാന്റെ ചണ്ഡാലഭിക്ഷുകയോ കരുണയോ ദുരവസ്ഥയോ പോലുള്ള കൃതികളായാലും ശരി, അല്ലെങ്കിൽ വൈലോപ്പിള്ളിയുടെ മലതുരക്കലോ ഓണപ്പാട്ടുകാരോ കണ്ണീർപ്പാടമോ പോലുള്ള കൃതികളായാലും ശരി, അല്ലെങ്കിൽ ഇടശ്ശേരിയുടെ പെങ്ങൾ അല്ലെങ്കിൽ പൂതപ്പാട്ട്, കുറ്റിപ്പുറം പാലം മുതലായ പ്രവചനാത്മകങ്ങളായ കൃതികളായാലും ശരി, അവരെല്ലാവരും പല രീതികളിൽ നാം ലോകത്തെ നോക്കിക്കാണുന്ന സമ്പ്രദായങ്ങളെ പുതുക്കിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. നമ്മുടെ നീതിബോധത്തെ ഒരടി മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. നമ്മുടെ സൗന്ദര്യബോധത്തെ ഒരു ഇഞ്ചെങ്കിലും പരിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരം എഴുത്തുകാരും കലാകാരരും എല്ലാ കാലത്തും പ്രസക്തരായി നിലകൊള്ളുന്നത്. ഒപ്പം തന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം, എല്ലാ കാലത്തും കല ഹിംസയ്ക്ക് എതിരെ നിന്നിട്ടുണ്ട് എന്നാണ്. പല ഹിംസയുടെ രൂപങ്ങൾ മാറുന്നു, പക്ഷെ അപ്പോഴും ഹിംസ നിലനിൽക്കുന്നു. എഴുത്തുകാരും കലാകാരനും നിരന്തരമായി ആ ഹിംസയ്ക്കെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ ഞാൻ ഒരു ദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. ഇന്നത്തെ ഹിംസയുടെ രൂപങ്ങൾ എന്താണ് എന്ന് നമുക്കറിയാം. പല രീതികളിലാണ്. ഒരു ഭാഗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വർഗീയത ഹിംസയുടെ ഒരു അതിക്രൂരമായ ഒരു രൂപമായി മാറിയിരിക്കുന്നു. വർഗീയതയെ ഞാൻ പലപ്പോഴും നിർവചിച്ചിട്ടുള്ളത് ആത്മീയത നഷ്ടപ്പെട്ട മതം എന്നാണ്. ഞാൻ മതത്തിനോ മതവിശ്വാസത്തിനോ എതിരല്ല, പക്ഷേ മതത്തിന് അതിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, അതിൻ്റെ ഉറവയിലുണ്ടായിരുന്ന, അതിൻ്റെ ആരംഭത്തിലുണ്ടായിരുന്ന നീതിബോധം നഷ്ടമാകുമ്പോൾ, അതിനുണ്ടായിരുന്ന സാഹോദര്യത്തെക്കുറിച്ചും മനുഷ്യരുടെ ഐക്യത്തെക്കുറിച്ചുമുള്ള ആഴമേറിയ ബോധം നഷ്ടമാകുമ്പോൾ, ഉദാഹരണത്തിന് ബുദ്ധമതത്തിന് അതിൻ്റെ കരുണയെക്കുറിച്ചും മൈത്രിയെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങൾ നഷ്ടമാകുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന് സാഹോദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം നഷ്ടമാകുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിന് ദയയെക്കുറിച്ചും അവരുടെ സഹായിക്കുന്നതിനെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങൾ നഷ്ടമാവുമ്പോൾ അവയുടെ ആത്മാവ് നഷ്ടപ്പെടുകയും അവ അധികാരത്തിൻ്റെ ഉപകരണങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇന്ന് ഇന്ത്യ നമുക്കറിയാവുന്നതുപോലെ ഭൂരിപക്ഷ വർഗീയതയുടെ ആക്രമണം കൊണ്ട് ക്രമേണ ജനാധിപത്യപരമായി ശോഷിച്ചു വരുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ട് എന്ന് നമ്മുടെ ഭരണഘടന ഓരോ ദിവസവും ചോദ്യം ചെയ്യപ്പെടുന്നു. നമ്മുടെ ജനാധിപത്യം ഭീഷണമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്ത്യയിൽ മാത്രമല്ല സംഭവിക്കുന്നത്, പക്ഷേ ലോകത്ത് അനേകം സ്ഥലങ്ങളിൽ ഈ രീതിയിൽ വലതുപക്ഷത്തിൻ്റെ ആക്രമണം വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നാം. ആർത്തി കൊണ്ട് മൂലധനത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി മനുഷ്യരെ കൊല്ലുന്നത് വളരെ സാധാരണവും സ്വാഭാവികവും നീതീകരിക്കാവുന്നതുമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ലോകത്തിൻ്റെ ഒരു വലിയ ഭാഗത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം. അതുകൊണ്ട് ഹിംസയുടെ ഇന്നത്തെ ഏറ്റവും ഭീഷണമായ രൂപങ്ങളിൽ ഒന്ന് ഈ ആത്മീയത നഷ്ടപ്പെട്ട മതം, അതായത് വർഗീയത ആണ് എന്ന് പറയാം. തീർച്ചയായും യുദ്ധങ്ങളുണ്ട്. പലസ്തീനിൽ നടക്കുന്നത് യുദ്ധമാണോ എന്ന് ചോദിച്ചാൽ അത് യുദ്ധമാണ് എന്ന് ഞാൻ പറയുകയില്ല. ഏകപക്ഷീയമായ ഒരു ഭീഷണമായ ആക്രമണമാണ്. കാരണം യുദ്ധത്തിന് പോലും ചില നിയമങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ കള്ളക്കടത്തുകാരെ കുറിച്ചൊക്കെയുള്ള സിനിമകളിൽ ഈ കള്ളക്കടത്തുകാർക്ക് അവർക്കിടയിൽ ചില പ്രത്യേക നിയമങ്ങൾ, ചില കാര്യങ്ങൾ അവർക്ക് ലംഘിക്കാൻ അധികാരമില്ല. അതുപോലെ യുദ്ധങ്ങൾക്ക് തന്നെ നിയമങ്ങളുണ്ട്. ഒരു ആശുപത്രി ബോംബിട്ടുകൂടാ, കുട്ടികളെ കൊന്നുകൂടാ, സ്ത്രീകളെ കൊന്നുകൂടാ, സാധാരണ പൗരരെ ആക്രമിച്ചുകൂടാ. ഈ തരത്തിലുള്ള നിയമങ്ങൾ, ഈ നിയമങ്ങളെ പോലും ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ ഏകപക്ഷീയമായ അധികാരം സ്ഥാപിച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തിൻ്റെയും അനേകം സാമ്രാജ്യത്വത്തിൻ്റെ ഉപഗ്രഹങ്ങളായ രാജ്യങ്ങളുടെയും സഹായത്തോടുകൂടി ഇസ്രായേൽ നടത്തുന്ന ഒരു ഭീഷണവും ഏകപക്ഷീയവുമായ ആക്രമണമാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് കാണാനാകും. അപ്പോൾ ഈ യുദ്ധം മാത്രമല്ല, ഉക്രൈനിൽ ഉൾപ്പെടെ അനേക യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഈ യുദ്ധങ്ങളെല്ലാം തന്നെ ഹിംസയുടെ മറ്റൊരു രൂപമാണ്. കാരണം ദേശസ്നേഹം ദേശ അഹന്തയായി മാറുമ്പോൾ, തങ്ങളുടെ ദേശമാണ് ഏറ്റവും വലിയ കേമമായ ദേശം, മറ്റു ദേശങ്ങളെല്ലാം തങ്ങളെക്കാൾ താഴെയാണ് എന്ന വിചാരമായി മാറുമ്പോൾ, അത് അത്യാർത്തിയായി മാറുമ്പോൾ, മറ്റു ദേശങ്ങളെ കൂടി പിടിച്ചു പറിക്കണം എന്ന വിചാരം ദേശത്തിലെ നേതാക്കളിൽ ഉണ്ടാകുമ്പോൾ, അപ്പോൾ അത് ദേശസ്നേഹം എന്ന നിലവിട്ട് വിദ്വേഷത്തിൻ്റെ ഒരു ഉറവിടമായി, പ്രഭാവമായി മാറുന്നു. ആ തരത്തിൽ വിദ്വേഷമായി മാറിയ ദേശസ്നേഹമാണ് പലപ്പോഴും
യുദ്ധങ്ങൾക്ക് കാരണമാകുന്നത്. ഇതൊക്കെ രവീന്ദ്രനാഥ ടാഗോറിനെ പോലുള്ള ആളുകൾ വളരെ മുമ്പേ വളരെ വിശദമായി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ 4 പ്രഭാഷണങ്ങളുണ്ട്. ദേശീയവാദം എന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഗാന്ധി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, നെഹ്റു സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ വലിയ ചിന്തകരും നേതാക്കളും എല്ലാവരും തന്നെ ദേശസ്നേഹം എന്ന സ്വാഭാവികമായ കാര്യം ദേശീയവാദം എന്ന പ്രത്യയശാസ്ത്രമായി മാറുമ്പോൾ എങ്ങനെ ആക്രമണകരവും ഹിംസാത്മകവുമാകുന്നു എന്നതിനെക്കുറിച്ച് നമ്മോട് ആവർത്തിച്ച് പറയുകയും താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ് പുരുഷാധിപത്യം. സ്ത്രീകളെ അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ ഒരു പകുതിയിൽ കൂടുതലോ ഉള്ള സ്ത്രീകളെ അടക്കി ഭരിക്കുന്ന, അവർക്ക് ഇടം നൽകാത്ത, അവർക്ക് സ്വാതന്ത്ര്യം നൽകാത്ത, അവർക്ക് അവരുടെ സമത്വം ഒരിക്കലും അനുവദിച്ചു കൊടുക്കാത്ത പാട്രിയാർക്കി എന്ന് നാം പലപ്പോഴും വിളിക്കുന്ന ഈ പുരുഷാധിപത്യം ഹിംസയുടെ തന്നെ വലിയൊരു രൂപമാണ്. അതിൽ സ്ത്രീയെ കൊല്ലണമെന്നില്ല, അല്ലെങ്കിൽ ബലാത്സംഗത്തിൽ ഏർപ്പെടണമെന്നില്ല. സ്ത്രീയെ വളരെ പലപ്പോഴും പരോക്ഷമായി അടിച്ചമർത്തുക, കുടുംബത്തിനകത്തായാലും കുടുംബത്തിന് പുറത്തായാലും സ്ത്രീയെ അടിച്ചമർത്തുന്ന പുരുഷാധിപത്യം ഹിംസയുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ അനേകം രൂപങ്ങൾ നിരന്തരമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇതോടൊപ്പം എടുത്തു പറയാവുന്ന അനേകം ഉണ്ട്. പലതരത്തിലുള്ള ജാതികളുടെ ആധിപത്യം, സവർണാധിപത്യം, ആഗോളീകരണം പോലെ ലോകത്തെ മുഴുവൻ തന്നെ ഒരു സാമ്രാജ്യമാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള പുതിയ തരത്തിലുള്ള ലോകക്രമ സങ്കല്പങ്ങൾ, ഇവയെല്ലാം ഈ ഹിംസയുടെ നമ്മുടെ കാലത്തെ ചില രൂപങ്ങളാണ്. ഹിംസയുടെ രൂപങ്ങൾ മാറി വരുന്നു, പക്ഷെ ഹിംസ നിലനിൽക്കുന്നു. ആ ഹിംസ നിലനിൽക്കുന്നിടത്തോളം ആ ഹിംസയ്ക്ക് എതിരായ ശബ്ദങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഗാന്ധി തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ ജീവിതം ബലിയർപ്പിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയായിരുന്നു. അസ്വാതന്ത്ര്യത്തിനും ഹിംസയ്ക്കും അക്രമത്തിനുമെതിരെ എങ്ങനെയാണ് സ്വന്തം ജീവൻ ബലി കഴിച്ചുകൊണ്ട് പോലും പോരാടാൻ കഴിയുക എന്ന വലിയ പാഠമാണ് ഗാന്ധിയെ പോലൊരു മഹാൻ നമുക്ക് നൽകിപ്പോകുന്നത്. അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്ത് എങ്ങനെ ജനാധിപത്യം പ്രവർത്തനക്ഷമമല്ലാതാകുന്നു എന്ന വലിയൊരു പാഠമാണ് അംബേദ്കറെ പോലുള്ള ഒരു വലിയ ചിന്തകൻ നമുക്ക് നൽകിപ്പോയത്. വർഗവ്യത്യാസങ്ങൾ നിലനിൽക്കുന്നിടത്ത് എങ്ങനെ സമത്വം അസാധ്യമാകുന്നു എന്ന വലിയ പാഠമാണ് കാൾ മാർക്സിനെ പോലുള്ളൊരു വലിയ ചിന്തകൻ നമുക്ക് നൽകിപ്പോയത്. ഈ ചിന്തകരെല്ലാവരും, അവർ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷെ അവരെല്ലാവരും പറയാൻ ശ്രമിക്കുന്നത് ആത്യന്തികമായി ഒരേ കാര്യമാണ്. മനുഷ്യർക്ക് തന്നെ എതിരാകുമ്പോൾ, കുറച്ചു മനുഷ്യർ മറ്റുള്ള ഭൂരിപക്ഷം മനുഷ്യരെ ചൂഷണം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കെതിരെ അക്രമം അഴിച്ചുവിടുമ്പോൾ, ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലായാലും അതിനെതിരെ ശബ്ദമുയർത്തേണ്ട ധർമ്മം ചിന്തകർക്കുണ്ട്, എഴുത്തുകാർക്കുണ്ട്, കലാകാരർക്കുണ്ട്. അതാണ് കലയുടെയും സാഹിത്യത്തിൻ്റെയും ആത്യന്തികവും ഏറ്റവും പ്രധാനവുമായ ധർമ്മം എന്ന് പറയാനാണ് ഈ ചിന്തകരും ഈ നിരൂപകരും പലതരത്തിലുള്ള ആത്മീയമായ ശ്രീനാരായണ ഗുരുവിനെ പോലെ ആത്മീയമായ ചിന്തകൾ മുന്നോട്ട് വെച്ച വലിയ ദാർശനികരും ഒക്കെ തന്നെ നമ്മോട് നിരന്തരമായി പറയാൻ ശ്രമിച്ചുകൊണ്ട് ഇരുന്നിട്ടുള്ളത്. ഞാൻ 1-2 കവിത കൂടി വായിച്ച് അവസാനിപ്പിക്കാം. അത് വേണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യാം. ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട 1-2 കവിതകളാണ്. സ്ത്രീകൾ എല്ലാ കാലത്തും എൻ്റെ കവിതയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നിട്ടുണ്ട്. സ്ത്രീകൾ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യം, അവരനുഭവിക്കുന്ന അസമത്വം, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ചെറിയ കവിതയാണ് സ്ത്രീകൾ എന്നത്. ഒരു സ്ത്രീ ചായമടർന്നു പോയ വീട് തലയിലേറ്റി വിതുമ്പിക്കരഞ്ഞ് തിരക്കിട്ട് നടക്കുന്നു. ഒരു സ്ത്രീ ഒരു വണ്ടിയും നിർത്താത്ത ഒരു സ്റ്റേഷനിൽ വണ്ടി കാത്തു നിൽക്കുന്നു. ഒരു സ്ത്രീ മിന്നാമിനുങ്ങുകളാൽ ചുറ്റപ്പെട്ട് കൂരിരുട്ടിൽ നക്ഷത്രങ്ങളിലേക്ക് നടക്കുന്നു. ഒരു സ്ത്രീ പറക്കും മുമ്പ് തൻ്റെ ചിറകുകൾ സ്ഥാനത്ത് തന്നെ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തുന്നു. ഒരു സ്ത്രീ ഒരു മേഘവും ചുമലിൽ വെച്ച്
വരണ്ട വയലിലേക്ക് ഇറങ്ങുന്നു. ഒരു സ്ത്രീ പാട്ടുപാടി ഇലകൊഴിഞ്ഞ ഫലവൃക്ഷങ്ങളെ പൂവണിയിക്കുന്നു. ഒരു സ്ത്രീ തീ വയ്ക്കപ്പെട്ടിരുന്ന പുരയ്ക്കകത്ത് ചാരത്തിൽ ഒരു തീക്കനലായി തിളങ്ങുന്നു. ഒരു സ്ത്രീ പോർവിമാനം താണു വരുന്നത് കണ്ട് കുഞ്ഞിനെ എടുത്ത് അതിർത്തിയിലേക്ക് ഓടുന്നു. ഒരു സ്ത്രീ അക്ഷരങ്ങൾ കൂർപ്പിച്ച് അലറുന്ന ഇരുട്ടിൻ്റെ ദംഷ്ട്രകൾ അടർത്തിയെടുക്കുന്നു. ഒരു സ്ത്രീ വീടിൻ്റെ വാതിൽ ഇടിവെട്ടുപോലെ വലിച്ചടച്ച് തെരുവിലിറങ്ങി മൂളിപ്പാട്ട് പാടുന്നു. ഒരു സ്ത്രീ കുരിശിലേറിയ യേശുവിൻ്റെ രൂപം നോക്കി മകനെ, എൻ്റെ മകനെ എന്ന് അലമുറയിടുന്നു. ഒരു സ്ത്രീ ഖജുരാഹോവിലെ തൂണിലെ പുരുഷനെ വിട്ടിറങ്ങി തൻ്റെ ആനന്ദം തന്നിൽ തന്നെ കണ്ടെത്തുന്നു. ഒരു സ്ത്രീ നോക്കി നോക്കി നിൽക്കെ പേശികൾ ഉറച്ച് കരിങ്കല്ലിൽ തീർത്ത ദേവതയായി മാറുന്നു. ഒരു സ്ത്രീ കാട്ടരുവിയിലെ ഒരു പാറയിൽ ഉരച്ച് തൻ്റെ അരിവാളിന് വീണ്ടും വീണ്ടും മൂർച്ച വരുത്തുന്നു. ഒരു സ്ത്രീ യന്ത്രത്തോക്കിന് മുകളിൽ കയറിയിരുന്ന് ചന്ദ്രന്റെ ചിരിയുമായി പട്ടാളക്കാർക്ക് പൂ നീട്ടുന്നു. ഒരു സ്ത്രീ ഭൂമിയിലെ വാസം മടുത്ത് സ്വന്തം അസ്ഥിയാൽ പണിത വാഹനത്തിൽ ശൂന്യാകാശത്തേക്ക് യാത്ര തിരിക്കുന്നു. ഒരു പുരുഷൻ റോഡ് മുറിച്ചു കടക്കാൻ ഭയന്ന് നിന്നിടത്ത് തന്നെ അമ്പരന്ന് നിൽക്കുന്നു. ഒരു കവിത കൂടി ഞാൻ വായിച്ചു നിർത്താം. ഞാൻ ഈ പറഞ്ഞ പോലെ ഡൽഹിയിലെ പ്രവാസം അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ട് എഴുതിയൊരു കവിതയാണ്. ഒരു പക്ഷേ കേരളത്തിലേക്ക് തിരിച്ചു പോകുന്നവർക്കെല്ലാം ഉണ്ടാകാവുന്ന ഒരു വികാരവുമാണ് ഇത്. പുതിയ വീട്. പുതിയ വീട് 36 പച്ചകൾ വഴിയിലെണ്ണി നടക്കുന്നു നാടിൻ്റെ വെയിലിൽ വീണ്ടും. കുളപ്പച്ച, മാമ്പച്ച, കറിയിലപ്പച്ച, കദളിവാഴപ്പച്ച, തൊടിയിൽ നീള നൽപുൽപ്പച്ച, മന്ദാരയിലയിൽ വീണ മഴപ്പച്ച, തെങ്ങോല ഇളകിടുമ്പോൾ ഇളങ്കാറ്റതിൻ പച്ച, തടവിലാകാത്ത തത്തച്ചിറകിലെ കവിത തൻ പച്ച, ഊപ്പച്ച, രാപ്പച്ച, വയലിൽ നെൽപ്പച്ച, സൂക്ഷ്മഭേദങ്ങളിൽ വരകൾ, പുള്ളികൾ, ചട്ടിച്ചെടികളിൽ. വഴിമറന്നില്ല നാട്ടിലേക്കല്ലയോ പരിഹസിച്ചിട്ടൊരണ്ണാൻ ചിലയ്ക്കുന്നു. വരൂ വരൂ ഒരു പേരറിയാക്കിളി ഇരുനിറങ്ങളിൽ കൂവുന്നു സ്വാഗതം. തിരയടിക്കുന്നു ചുറ്റിലും ജീവിതം പല മലയാള താളഭേദങ്ങളിൽ. ഒരു മുറി എനിക്കാദ്യമായൻ വീട്ടിൽ ഒരു പനീർ നിനക്കായി പൂവിടർത്തുന്നു. പരിചിതം നമുക്കീ നീർനിലാവ് എത്ര പരിചിതം പൂവിൽ മൂടിയ മുള്ളുകൾ. ചിലതു മാറി ചിലതു മാറിയിടണം ചിലതു മാറാതിരിപ്പതും നല്ലതാം. കരുണ വേദനിപ്പോർക്ക് പ്രകൃതിക്ക് കരുതൽ രോഷം അനീതിയിൽ സ്നേഹവും. പറയരുതേ പഴയ മഹിമകൾ കളകഭേദഭാവങ്ങൾ സമസ്തവും. ഉലകുപൊള്ളിക്കുമീ ഹൃദുചാപലം കനവുതൻ കുളിർ കൊണ്ടു നാം നേരിടും. പുതിയതാകും അപ്പോൾ നാം വസിക്കുമീ വലിയ വീടായ ഭൂമി ഈ നമ്മളും. പുതിയതാകും അപ്പോൾ നാം വസിക്കുമീ വലിയ വീടായ ഭൂമി ഈ നമ്മളും. നന്ദി.